ഹായ്. നാം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അവഗണന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം നമ്മുടെ മനസ്സിലേക്ക് വരുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ നാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നാം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ പുറകിൽ ഒരു വ്യക്തി ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് അവിടേക്ക് കയറി വന്നു. ആ ഫ്രണ്ട് നമ്മളെ മൈൻഡ് ചെയ്യാതെ നേരെ പുറകിലുള്ള വ്യക്തിയുടെ അടുത്ത് പോയി എന്തൊക്കെയോ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ എടുത്ത് അവൻ ഇറങ്ങിപ്പോയി. നാം ചിന്തിക്കുന്ന എന്താ, ഇന്നലെയും കൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചതാ, ഞങ്ങൾ വർത്തമാനം പറഞ്ഞതാ, അവൻ എന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, അവൻ എന്നെ പരിഗണിച്ചില്ല, എന്നെ വിഷ് ചെയ്തില്ല, അവൻ അത്രക്കാരനാണ്, ഇത്തരത്തിലുള്ള വ്യക്തിയാണെന്നൊക്കെ നാം സ്വയം ചിന്തിച്ചുകൊണ്ട് സ്വയം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള വിദ്വേഷവും വിഷമവും ദേഷ്യവും എല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് നാം ഒട്ടിച്ചു വയ്ക്കും. അത് നമ്മുടെ മനസ്സിൽ വരുന്ന നാം ചിന്തിച്ചെടുത്ത തീരുമാനമാണ്. നേരെ മറിച്ച് ആ വന്ന വ്യക്തി അവൻ്റെ വശത്തു നിന്ന് നാം ഒന്ന് ചിന്തിക്കുക. അവൻ എന്തെങ്കിലും ജോലിയുടെ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കാനുള്ള തിരക്കിനിടയിലോ അത്യാവശ്യമായി വന്ന് ആ പുള്ളിയുടെ നിന്ന് വാങ്ങിച്ചു പോയതാണെങ്കിലോ നാം ഒരിക്കലും അത് ചിന്തിക്കില്ല. നേരെ മറിച്ച് നാം നമ്മുടെ മനസ്സിൽ വന്ന ഈ കാര്യങ്ങൾ മാത്രമായിട്ടാണ് ചിന്തിക്കുന്നത്. നാം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വശത്തു നിന്നും കൂടി ചിന്തിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. മറ്റുള്ളവരുടെ വശത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ മനസ്സിൽ ഈ ആവശ്യമില്ലാതെ കൊണ്ടത് ഒട്ടിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല ഫ്രഷായി നല്ല സന്തോഷത്തോടുകൂടി നമുക്ക് എത്താൻ പറ്റും. അവഗണന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലെല്ലാം നാം വരുത്തി വയ്ക്കുന്ന തീരുമാനങ്ങളാണ്, നാം വരുത്തി വയ്ക്കുന്ന കാര്യം മാത്രമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നാം മറ്റുള്ളവരുടെ വശത്തുനിന്നുകൂടി മാത്രം ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. എല്ലാവർക്കും ഒന്ന് ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത ഒട്ടിച്ചു വെച്ച കാര്യങ്ങളെല്ലാം കീറിക്കളയാൻ സാധിക്കും. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഹാവ് എ നൈസ് ഡേ.